ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പറക്കുന്ന ബട്ടർഫ്ലൈ ആണ്. അതായത് നമ്മുടെ കൈനറ്റിക്, നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾക്ക് പറപ്പിക്കുന്ന ബട്ടർഫ്ലൈ ആണ് സംഭവം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേസ്റ്റ് പേപ്പർ നോക്കി ഞാൻ നടന്ന പാടിൻ്റെ പൊന്നോ. എന്ത് പുസ്തകം എടുത്താലും അതിലൊക്കെ ഞാൻ എന്തെങ്കിലും കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ എഴുത്തിൻ്റെ ഒരു ചെറിയ അസ്കിത ഉള്ളതുകൊണ്ട് എല്ലാ പുസ്തകത്തിലും എല്ലാ ഡയറികളിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ സംഭവം എടുക്കാനൊരു മടിയുമുണ്ട്. നാളത്തെ വല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ കേരള സാഹിത്യ അക്കാദമി അവാർഡോ ഒക്കെ കിട്ടാനുള്ളൊരു സംഭവം ഉണ്ടെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. വേറെ പല സ്ഥലത്ത് പരതി നടന്നിട്ട് പേപ്പർ ഞാൻ തപ്പിയെടുത്തു. അതിന് വേണ്ടിയുള്ള മെയിൻ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു. ഒന്ന് റോൾ ചെയ്തെടുത്തു. അതിൻ്റെ മുകളിലൂടെ ഒരു പേപ്പറും കൂടെ റോൾ ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ബട്ടർഫ്ലൈ ഒട്ടിക്കുന്നത്. ഈ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ബട്ടർഫ്ലൈയും ഞാൻ തന്നെ വരച്ചെടുക്കുക ചെയ്തത്. പക്ഷെ വരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ, തരക്കേടില്ല എന്ന് തോന്നിയെങ്കിലും അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡിന് വേണ്ടി ചെയ്തു വെച്ചിരുന്ന ബട്ടർഫ്ലൈയുടെ ഒരു പിക്ചറാണ് ഞാനിപ്പോൾ എടുത്തിട്ടത്. റെപ്ലിക്ക ഒരു സംഭവം എടുത്തിട്ടാണ് ഞാനിതിനൊരു ഫൈനൽ ലുക്ക് കൊടുത്തിരിക്കുന്നത്. അത് സംഭവം അടിപൊളിയാണ്. എനിക്കെന്തായാലും അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതാണ് ഞാൻ വരച്ചെടുത്തത്. സംഭവം ഉടായ്പിൽ ഞാൻ തട്ടിക്കൂട്ടി എടുത്തതാണ്. അതിൻ്റേതായ ഒരു അപാകത അതിന് കാണാനുമുണ്ട്. എന്നാലും സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചിരുന്ന് ക്ഷമയോടെ നിങ്ങളിരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒറിജിനൽ ലുക്കുള്ള ബട്ടർഫ്ലൈ, അതായത് ഇങ്ങനെ പറന്നു പോകുന്ന പിടിച്ചോ പറന്നു പോലെ ആ രീതിക്കുള്ള നല്ല ഒറിജിനൽ ബട്ടർഫ്ലൈ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.